ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രത്യേക തരം കറിയാണ്. ഇത് എൻ്റെ ഒരു സ്പെഷ്യലാണ്. ഇതിന് പേരൊന്നും ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്കൊരു പേര് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്ക വെജ് എന്നിടാണ്. ഇനി നമുക്കിതിനെ ചിക്ക വെജ് റോസ്റ്റ് എന്ന് പറയാം അല്ലേ. ഇതിന് വേണ്ടി ആദ്യം തന്നെ 2 മുട്ട ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1.5 സവാളയാണ്. അതായത് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയാണ്. ഒരു വലിയ തക്കാളി മുറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കൻ മസാല വരട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. മസാലയിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഗരം മസാല എന്നിവയെല്ലാം ചേർത്ത ഒരു മിശ്രിതത്തിലാണ്. വളരെ കുറച്ചാണെങ്കിലും ആ ചിക്കൻ പൊതിഞ്ഞെടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഗരം മസാല തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നല്ലൊരു ഗരം മസാല ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ. വളരെ കുറച്ചായാലും മതി കേട്ടോ, ഒരുപാട് വേണമെന്നില്ല ചിക്കൻ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി ക്യാപ്സിക്കം, ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ ഒരു പകുതി ബീറ്റ്റൂട്ട്, പിന്നെ എടുത്തിരിക്കുന്നത് പുളിനാരങ്ങ എടുത്തിരിക്കുന്നു, കറിവേപ്പില എടുത്തിരിക്കുന്നു, 5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നു, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നു, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മസാല പുരട്ടി വെച്ച ചിക്കന് ആ പാനിലേക്ക് ഇട്ടുകൊടുക്കാം. 1-2 മിനിറ്റിനുള്ളിൽ അത് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയിലോട്ട് ഇതാക്കി കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഇത്തിരി വേവാനുള്ളതാണല്ലോ, അങ്ങനെ ഇട്ട് കൊടുക്കണം. 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിലുദ്ദേശിക്കുന്നത് ചിക്കൻ്റെതായാലും ഉരുളക്കിഴങ്ങിൻ്റെതായാലും ഏകദേശം 25% വേവാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നവ ഓരോന്നായി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലാദ്യം ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള വഴഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഉപ്പ് ചേർക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിരിക്കുന്നു. ഇപ്പം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള വഴഞ്ഞ് കിട്ടും. അതുമാത്രമല്ല എല്ലാം നല്ല രീതിയിൽ ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഇനി ഇടുന്ന സാധനങ്ങളിലെല്ലാം ആയിട്ട് തന്നെ സവാള ഇങ്ങനെ ഒരു 4-5 മിനിറ്റെങ്കിലും വഴറ്റേണ്ടി വരും കേട്ടോ. ഇത്തിരി ടൈം പിടിക്കും ഈ സവാളൻ്റെ കാര്യത്തിൽ. നമ്മൾ നേരത്തെ ചിക്കന് മഞ്ഞൾ ചേർത്തുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇടേണ്ടതില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. സവാള സെറ്റായി വരുമ്പോൾ അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ടും കൂടി അതിൽ കിടന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ഇതോടുകൂടി അതിൻ്റെ ഒരു സ്മെല്ല് വന്ന് തുടങ്ങിയിരിക്കും. ഇനി ഇവയിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം. അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കണം കേട്ടോ. തീ കൺട്രോൾ ചെയ്യണം കേട്ടോ. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പച്ചമുളകിന് പകരം കാന്താരി ഇട്ടാൽ ടേസ്റ്റ് കൂടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഗരം മസാല പൊടിയിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലും കറിവേപ്പില ഇട്ട് കൊടുക്കൽ ടേസ്റ്റ് കൂട്ടുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയ ശേഷം എല്ലാം ഒന്ന് മിക്സായ ശേഷം, അതായത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എല്ലാം ഒന്ന് നന്നായി മിക്സായ ശേഷം തീ ഒന്ന് ജസ്റ്റ് കുറക്കണം കേട്ടോ. ക്യാപ്സിക്കം ഇട്ട ശേഷം ഒരുപാട് വേവേണ്ടതില്ല, പെട്ടെന്ന് എടുക്കാവുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്ന പകുതി പുളിനാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം തീയൊക്കെ കുറച്ച് 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓഫാക്കാം. വളരെ ടേസ്റ്റിയായ നമ്മുടെ ചിക്ക വെജ് റോസ്റ്റ് ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയും കൂടി ഒന്ന് തോട് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലായി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ, ഓഫാക്കുന്നതിന് മുമ്പ്. ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ട് വിളമ്പുമ്പോൾ വെക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ.
ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.